വാർത്തകൾ തുടരുന്നു. 14 വർഷത്തോളമായി അരയ്ക്കു താഴെ തളർന്ന് ജീവിതത്തിന്റെ അർത്ഥം തന്നെ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ സുബ്രഹ്മണ്യന് ഇനി പുതിയ ജീവിതം. എടമുട്ടത്തെ ആൽഫ പെയിൻ ക്ലിനിക്കിന്റെ നേതൃത്വത്തിലാണ് വർഷങ്ങൾക്ക് മുൻപ് തെങ്ങിൽ നിന്ന് വീണ് അരയ്ക്കു താഴെ ചലനശേഷി നഷ്ടപ്പെട്ട സുബ്രഹ്മണ്യന് പുതിയ ജീവിതമാർഗമായി ഓട്ടോ സമ്മാനിച്ചത്. ഇങ്ങനെ ഇതുണ്ടെന്നാൽ ഇവിടെ വന്നാണ് ഈ വടിമപ്പിടിച്ച് നടക്കാനും ഒരവസരമൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല രൂപത്തിൽ ഉണ്ടായിത്തന്നത്. പിന്നെ എൻ്റെ മകൾക്ക് കല്യാണത്തിൻ്റെ കാര്യങ്ങൾ അതിനൊക്കെ നല്ല സഹായങ്ങൾ എനിക്കിവിടെ നിന്ന് ഉണ്ടായി, എനിക്കും ഉണ്ടായി. എനിക്ക് ആരുടെ അടുത്തും കൈ കാണിച്ച് ജീവിക്കാണ്ടിരിക്കാം. എനിക്ക് 2 പെൺകുട്ടികളാണ്. എൻ്റെ അടുത്ത് ജീവിച്ച് നല്ല രൂപത്തിൽ എൻ്റെ ജീവിതം മുന്നോട്ട്. ആൽഫ പെയിൻ ക്ലിനിക്കിന്റെ ചലനശേഷി പരിമിതപ്പെട്ടവർക്കായുള്ള പുനർജനി പദ്ധതിക്ക് കീഴിലുള്ള ചികിത്സയിലൂടെ ശാരീരിക ശേഷി മെച്ചപ്പെടുത്തിയ സുബ്രഹ്മണ്യൻ തന്റെ പരിമിതികൾക്കിടയിലും ഓട്ടോ ഓടിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു. ഇതിനെ തുടർന്ന് ആൽഫ പാലിയേറ്റീവിന്റെ UAE കൗൺസിൽ പ്രസിഡന്റ് സാജൻ മാത്യുവിൽ നിന്നും സുബ്രഹ്മണ്യനെ കുറിച്ചറിഞ്ഞ കൂത്താട്ടുകുളം സ്വദേശി രാജു കുരുവിളയാണ് ഇദ്ദേഹത്തിന് ഓട്ടോ സമ്മാനിച്ചത്. എടമുട്ടം ആൽഫ പെയിൻ ക്ലിനിക്കിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ KM നൂറുദ്ദീൻ, അഡ്മിനിസ്ട്രേറ്റർ സുരേഷ് ശ്രീധർ, KK സുഗതൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജീവിതമാണ് ഏറ്റവും വലുത് എന്ന് മനസ്സിലാക്കി ജീവിക്കണം, എനിക്ക് ജീവിക്കണം, എനിക്ക് 2 കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്, അവരെനിക്ക് സംരക്ഷിക്കണം എന്നുള്ള ആ ധീരത കണക്കായിക്കൊണ്ട് കഴിഞ്ഞ ജൂൺ മാസം 11-ാം തീയതി തൃശ്ശൂരിലെ ലുലു ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മുടെ ഭരത് മമ്മൂട്ടിയും ശ്രീ ഇന്നസെന്റും തൃശ്ശൂരിലെ വലിയ വലിയ ബിസിനസ്സുകാരും പൗരമുഖ്യന്മാരും എല്ലാം ഉൾപ്പെട്ട 1000-ലേറെ ആളുകൾ പങ്കെടുത്ത സദസ്സിൽ വെച്ച് ശ്രീ സുബ്രഹ്മണ്യന് ധീരതയ്ക്കുള്ള അവാർഡ് നൽകുകയുണ്ടായി. തീർച്ചയായിട്ടും അതിന് ദൈവാനുഗ്രഹം ഉണ്ടാകും. അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി, ഇനിയും തുറന്ന് ജീവിക്കാൻ വേണ്ടി, അദ്ദേഹത്തിന് സാധിക്കാൻ വേണ്ടി ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഇരിങ്ങാലക്കുടയിൽ സൗജന്യ കിഡ്നി രോഗ നിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇരിങ്ങാലക്കുട കത്തീഡ്രൽ ഷാരോൺ ഹാളിൽ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ക്യാമ്പ് തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്യും. ആഗസ്റ്റ് 5-ന് രാവിലെ 8 മുതൽ 2 വരെ നടക്കുന്ന ക്യാമ്പിൽ നിർധനരായ 25 കിഡ്നി രോഗബാധിതർക്ക് ഡയാലിസിസിനുള്ള ധനസഹായം നൽകും. സൗജന്യ കിഡ്നി രോഗ നിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കുന്നു. ചടങ്ങിനോടനുബന്ധിച്ച് ഡയാലിസിസ് വിധേയമായി കൊണ്ടിരിക്കുന്ന രോഗികൾക്ക് ഡയാലിസിസിനുള്ള തുകയുടെ വിതരണവും നടത്തുന്നുണ്ട്. 2011 ഓഗസ്റ്റ് 5-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് ഇരിങ്ങാലക്കുട ഷാരോൺ ഹാളിൽ വെച്ചിട്ടാണ് പ്രസ്തുത ക്യാമ്പ് നടക്കുന്നത്. ഭാരവാഹികളായ ജോസ് ചിറ്റിലപ്പള്ളി, ജോജോ മാടവന, ഡേവിസ് ആലുങ്കൽ, PG വിശ്വനാഥൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 1.25 കോടിയുടെ കോൺട്രാക്ട് കുടിശ്ശിക ഇരിങ്ങാലക്കുട നഗരസഭ നൽകാത്തതിൽ പ്രതിഷേധിച്ച് കോൺട്രാക്ടർമാർ നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന ധർണ അസോസിയേഷൻ ജില്ലാ ട്രഷറർ CK പൗലോസ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് അതിന് കുഴപ്പമില്ല, ഞങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ഞങ്ങൾ ഈ കരാറുകാർ 20-22 കരാറുകാർക്ക് കിട്ടാൻ 1.5 കോടി കൂടി പാച്ച് വർക്ക് ചെയ്യേണ്ട ഇനി ഇത് തുടർന്നു പോകാൻ പറ്റില്ല. മുകുന്ദപുരം താലൂക്ക് സെക്രട്ടറി മൂസ അധ്യക്ഷനായിരുന്നു. സംസ്ഥാനത്ത് ആദ്യമായി ഒരു നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പൊതുവഴികളിലും തെരുവുവിളക്കുകൾ സ്ഥാപിക്കുന്ന പദ്ധതി ഇരിങ്ങാലക്കുടയിൽ നടപ്പിലാക്കുമെന്ന് തോമസ് ഉണ്ണിയാടൻ MLA വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിച്ച മണ്ഡലമായ ഇരിങ്ങാലക്കുടയിലെ അടുത്ത പദ്ധതിയായ സമഗ്ര വഴിവിളക്ക് പദ്ധതി ആഗസ്റ്റ് മാസം അവസാന വാരത്തിൽ ഉദ്ഘാടനം ചെയ്യും. തെരുവുവിളക്കുകൾ ഇല്ലാത്ത പൊതുവഴികൾ ഉണ്ടാവരുതെന്നതാണ് ലക്ഷ്യം. മണ്ഡലത്തിലെ ഇരിങ്ങാലക്കുട നഗരസഭ പഞ്ചായത്തുകളായ ആളൂർ, വേളൂക്കര, പൂമംഗലം, പടിയൂർ, കാട്ടൂർ, കാറളം, മുരിയാട് എന്നിവിടങ്ങളിലാണ് പദ്ധതിയുടെ ഗുണം ലഭിക്കുക. പദ്ധതിക്ക് ആവശ്യമായ പണം MLA ഫണ്ടിൽ നിന്നും വകയിരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യമായി എല്ലാ വീടുകളും വൈദ്യുതീകരിച്ച ആദ്യത്തെ നിയോജകമണ്ഡലമായ ഇരിങ്ങാലക്കുട വീണ്ടും ഒരു പുതിയ പദ്ധതിക്ക് കേരളത്തിന് മാതൃകയാകുക. ഈ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളമുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാരുടെയും സംയുക്ത യോഗം വിളിച്ചുകൂട്ടി നമ്മൾ രൂപം കൊടുക്കുകയുണ്ടായി. സ്വതന്ത്ര അംഗം പിന്തുണ പിൻവലിച്ചതിനെ തുടർന്ന് UDF-ന് ഭരണം നഷ്ടപ്പെട്ട വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ CPM പിന്തുണയോടെ സ്വതന്ത്രൻ പ്രസിഡന്റായി. ചൊവ്വാഴ്ച രാവിലെ കോണത്തുകുന്ന് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് സ്വതന്ത്ര അംഗം അനിൽ മാന്തുരുത്തി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. CPM-ലെ ബീന മജീദ്,
വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികൾക്കും 10 വീതം സീറ്റുകൾ ലഭിച്ച ഇവിടെ 4-ാം വാർഡിൽ നിന്നും കോൺഗ്രസ് വിമതനായാണ് അനിൽ മാന്തുരുത്തി തെരഞ്ഞെടുക്കപ്പെട്ടത്. വിമതനായി മത്സരിച്ച് വിജയിച്ച അനിൽ മാന്തുരുത്തിയുടെ പിന്തുണയോടെ UDF അധികാരത്തിലേറുകയായിരുന്നു. സ്റ്റുഡൻസ് പോലീസ് ദിനാചരണം ഇരിങ്ങാലക്കുടയിൽ നടന്നു. ഇരിങ്ങാലക്കുട നാഷണൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഇരിങ്ങാലക്കുട CI AJ ജോൺസൺ പതാക ഉയർത്തി. നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ ദിശാബോധം വളർത്തുന്നതിനും സമൂഹത്തോട് മാന്യമായി പെരുമാറുന്നതിനും സ്വന്തം ജീവനെ നിയന്ത്രിക്കുന്നതിനും ജീവിതം ക്രമീകരിക്കുന്നതിനും മറ്റുള്ളവരുടെ കൂടി നന്മയ്ക്ക് വേണ്ടി സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതിനുള്ള ഒരു പരിശീലനമായിട്ടാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് സംവിധാനം നടപ്പിൽ വരുന്നത്. ഇരിങ്ങാലക്കുട SI പ്രേമാനന്ദ കൃഷ്ണൻ, സ്കൂൾ പ്രിൻസിപ്പൽ രമാദേവി തുടങ്ങിയവർ സംസാരിച്ചു. പ്രശസ്ത നോവലിസ്റ്റും കഥാകൃത്തുമായ റഹ്മാൻ വാടാനപ്പള്ളി നിര്യാതനായി. 72 വയസ്സായിരുന്നു. പെരിഞ്ഞനത്തെ വസതിയിൽ ചൊവ്വാഴ്ച രാവിലെ 11-നായിരുന്നു അന്ത്യം. കയ്പമംഗലം ബദർപള്ളി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. നോവലുകളും കഥകളുമായി 25ഓളം പുസ്തകങ്ങൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. ബീന, സെറീന, ഷയാന, സബ്ന എന്നിവർ മക്കളും വാഹിദ്, ഷംസുദ്ദീൻ, കബീർ, നസീർ എന്നിവർ മരുമക്കളുമാണ്. ചന്ദ്രാപിന്നി ചാമക്കാല കോവിൽ തെക്കേവളപ്പിൽ സുബ്രഹ്മണ്യൻ നിര്യാതനായി. 84 വയസ്സായിരുന്നു. റിട്ടയർഡ് തഹസിൽദാരാണ്. പരേതയായ ജാനകി, പരേതയായ ലക്ഷ്മിക്കുട്ടി, സുശീല, തങ്കം എന്നിവർ സഹോദരങ്ങളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കയ്പമംഗലം കൃഷി ഓഫീസർക്കെതിരെ പരാതി. കാർഷിക പദ്ധതികളിൽ തിരിമറിയെന്ന ആരോപണം. ഇരിങ്ങാലക്കുടയിൽ അപകടാവസ്ഥയിലായ കെട്ടിടം ഫയർഫോഴ്സ് പൊളിച്ചുമാറ്റി. അരയ്ക്ക് താഴെ ശരീരം തളർന്ന വർഷങ്ങളായി ദുരിതമനുഭവിക്കുന്ന സുബ്രഹ്മണ്യന് പുതിയ ജീവിതം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.